പച്ചപ്പട്ടുവിരിച്ച സുന്ദരമായ ഒരു ഗ്രാമമായിരുന്നു മാമലക്കണ്ടം. ആ ഗ്രാമത്തിന്റെ അറ്റത്തായി വലിയൊരു മലയും അതിനോട് ചേർന്ന് ഇടതൂർന്ന കാടുമുണ്ടായിരുന്നു. സ്കൂൾ അവധിക്കാലമായതുകൊണ്ട് ഗ്രാമത്തിലെ കുട്ടികൾ ആകെ ആവേശത്തിലായിരുന്നു. ഇതിലേറ്റവും വികൃതികളും എന്നാൽ ധൈര്യശാലികളുമായ 3 കൂട്ടുകാരുണ്ടായിരുന്നു: കണ്ണൻ, മാലു, പിന്നെ ഉണ്ണി. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് കണ്ണന്റെ വീടിന്റെ തട്ടിൻപുറത്ത് പഴയ സാധനങ്ങൾ പരതുന്നതിനിടയിലാണ് മാലുവിന് പൊടി പിടിച്ചൊരു പഴയ ഭൂപടം കിട്ടിയത്. അത് സാധാരണ ഭൂപടമായിരുന്നില്ല. അതിൽ കാടിന്റെ നടുവിലായി മന്ത്രിക്കുന്ന ഗുഹ എന്ന് അടയാളപ്പെടുത്തിയിരുന്നു. ഹേയ്, നോക്കിയേ, ഇത് മുത്തശ്ശൻ പണ്ട് പറയാറുള്ള ആ അത്ഭുത ഗുഹയല്ലേ? മാലു അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, മുതിർന്നവർ പറയാറുണ്ട്, ആ ഗുഹയിലെന്തോ വലിയ നിധി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കണ്ണൻ ആവേശത്തോടെ പറഞ്ഞു. ഉണ്ണി മാത്രം അല്പം പേടിയോടെ പറഞ്ഞു, പക്ഷേ ആ കാട്ടിൽ നിറയെ വന്യമൃഗങ്ങളല്ലേ, നമ്മൾ പോയാൽ അപകടമാകില്ലേ? പേടിക്കണ്ട ഉണ്ണി, നമ്മൾ 3 പേരും ഒരുമിച്ചല്ലേ, നമുക്ക് സൂക്ഷിച്ചു പോകാം. കണ്ണൻ അവന് ധൈര്യം നൽകി. അങ്ങനെ അവർ 3 പേരും തീരുമാനിച്ചു, ആ നിധി കണ്ടെത്താൻ കാട്ടിലേക്ക് പോകണം. അവർ യാത്രയ്ക്കായി തയ്യാറെടുത്തു. ടോർച്ച്, കുറച്ചു വെള്ളം, അത്യാവശ്യം ലഘുഭക്ഷണങ്ങൾ, ഒരു വടം എന്നിവ അവർ ബാഗിലാക്കി. യാത്ര തുടങ്ങി. കാടിന്റെ മനോഹാരിത അവരെ ആകർഷിച്ചു. പക്ഷികളുടെ കിളകിലാരവങ്ങളും കാറ്റിൽ ഇലകളുലയുന്ന ശബ്ദവും അവരെ സ്വാഗതം ചെയ്തു. ഭൂപടം നോക്കി മാലു മുമ്പിൽ നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ അവരൊരു വലിയ അരുവിക്കു മുന്നിലെത്തി. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. അക്കരെ കടക്കാൻ പാലമില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും? ഉണ്ണി ചോദിച്ചു. കണ്ണൻ ചുറ്റും നോക്കി. അവിടെ ഒരു വലിയ മരം വീണുകിടക്കുന്നത് കണ്ടു. നമുക്കാ തടിയിലൂടെ നടന്ന് അപ്പുറം കടക്കാം, കണ്ണൻ പറഞ്ഞു. അവൻ ആദ്യം കയറി, പിന്നെ മാലുവിനെയും ഉണ്ണിയെയും കൈപിടിച്ചു സഹായിച്ചു. അങ്ങനെ അവർ ആ തടസ്സം അതിജീവിച്ചു. സമയം പോകെ കാടിന് കട്ടികൂടി വന്നു. പെട്ടെന്നാണ് കാറ്റിലൊരു വിചിത്രമായ ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. ഹൂ ഹൂ എന്നൊരു മൂളൽ. അയ്യോ, അതാണ് മന്ത്രിക്കുന്ന ഗുഹ, മാലു പറഞ്ഞു. ഭൂപടം നോക്കിയപ്പോൾ അവർ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന് മനസ്സിലായി. വലിയൊരു പാറക്കൂട്ടത്തിനിടയിൽ വള്ളിപ്പടർപ്പുകൾ കൊണ്ട് മൂടിയ ഒരു ഗുഹാമുഖം അവർ കണ്ടു. അവർ ടോർച്ച് തെളിയിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലാകെ ഇരുട്ടായിരുന്നു. ഗുഹയ്ക്കുള്ളിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ കാറ്റ് കടന്നു പോകുമ്പോഴാണ് ആ വിചിത്രമായ ശബ്ദം കേൾക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. അല്ലാതെ അത് ഭൂതങ്ങളൊന്നുമായിരുന്നില്ല. ആ തിരിച്ചറിവ് ഉണ്ണിയുടെ പേടി മാറ്റി. ഗുഹയുടെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി. അവിടെ മുകളിൽ നിന്ന് സൂര്യപ്രകാശം വീഴുന്ന ഒരു ചെറിയ വിടവുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ തിളങ്ങുന്ന കുറേ കല്ലുകൾ അവിടെ ചിതറിക്കിടക്കുന്നു. അത് സ്വർണമോ വജ്രമോ ആയിരുന്നില്ല, മറിച്ച് അപൂർവമായ ക്രിസ്റ്റൽ കല്ലുകളായിരുന്നു. സൂര്യപ്രകാശം തട്ടുമ്പോൾ അവ മഴവില്ലുപോലെ തിളങ്ങുന്നു. ഇതാണ് യഥാർത്ഥ നിധി, പ്രകൃതി ഒളിപ്പിച്ചുവെച്ച വിസ്മയം, മാലു സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. ആ ഗുഹയുടെ നടുവിൽ പഴയൊരു പെട്ടിയിരിക്കുന്നത് കണ്ണൻ കണ്ടു. അവരത് തുറന്നു നോക്കി. അതിൽ പഴയ കാലത്തെ കുറച്ച് ചെമ്പ് നാണയങ്ങളും ഒരു താളിയോല ഗ്രന്ഥവും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗ്രാമത്തിന്റെ ചരിത്രമാണ്. ഇത് നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ ഈ പ്രകൃതി ഭംഗി നശിപ്പിക്കാതെ നോക്കണം, കണ്ണൻ പറഞ്ഞു. അവരാ ഗുഹയിൽ നിന്ന് കുറച്ച് ക്രിസ്റ്റൽ കല്ലുകൾ മാത്രം ഓർമ്മയ്ക്കായി എടുത്തു. പെട്ടെന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഗുഹാവഴികളിൽ വഴി തെറ്റിയതുപോലെ തോന്നിയത്. പക്ഷേ ഉണ്ണി വഴിയിലിട്ടിരുന്ന ചെറിയ കല്ലുകളുടെ അടയാളം അവർക്ക് തുണയായി. ഉണ്ണിയുടെ ബുദ്ധിസാമർഥ്യം അവരെ രക്ഷിച്ചു.
ഗ്രാമത്തിൽ തിരിച്ചെത്തിയ കുട്ടികൾ ആ പഴയ നാണയങ്ങളും ഗ്രന്ഥവും ഗ്രാമത്തലവനെ ഏൽപ്പിച്ചു. ഗ്രാമവാസികൾ കുട്ടികളുടെ ധൈര്യത്തെയും ബുദ്ധിയെയും അഭിനന്ദിച്ചു. നിധി എന്നത് സ്വർണമല്ല, മറിച്ച് പ്രകൃതിയുടെ അത്ഭുതങ്ങളും ചരിത്രവുമാണെന്ന് അവരെല്ലാവർക്കും കാണിച്ചുകൊടുത്തു. ആ അവധിക്കാലം അവർക്ക് മറക്കാനാവാത്ത ഒരു സാഹസിക അനുഭവമായി മാറി.